ഈ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ആരാധനം ചെയ്താൽ മതി. അപ്പൊ അതത് സ്ഥലങ്ങളിൽ തന്നെ ഒന്ന് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. भारत माता की ആദർശത്തിൻ ബലിപീഠത്തിൽ ഞങ്ങൾക്കായി മരിച്ചവരെ ധീരാവീര സഞ്ജിത്തെ ഞങ്ങളുടെ ഓമന ശ്രീനിയേട്ട നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം നിങ്ങൾ ഉയർത്തിയ കാവ്യ പതാക നിങ്ങൾ ഉയർത്തിയ കാവ്യ പതാക ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും. ബലിദാനികൾ അമരന്മാർ, ബലിദാനികൾ അമരന്മാർ, അമരന്മാർ അവർ ധീരന്മാർ. ഞങ്ങൾക്കായി മരിച്ചവരെ, ഞങ്ങൾക്കായി മരിച്ചവരെ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. അമ്പര ചുംബികളായ പാലക്കാടൻ കോട്ടകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, വീര കണ്ണകിയുടെ പിന്തലമുറക്കാർ എന്ന രീതിയിൽ ഞാൻ പറയുന്നു, ഇവിടെ ഈ മണ്ണിൽ മുഴുവൻ ബൂത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ മണ്ണിൽ മറ്റു സംസ്ഥാനങ്ങളിലെ വിയർപ്പ് ചിന്തിക്കൊണ്ട് പാർട്ടിയെ വളർത്തുന്ന സമയത്ത് കേരളത്തിലെ പ്രവർത്തകർ വിയർപ്പിനോടൊപ്പം ചോര ചിന്തി കൂടിയാണ് ഈ പാർട്ടിയെ വളർത്തുന്നത്. അത്തരത്തിൽ വിയർപ്പ് ചിന്തി, ചോര ചിന്തി, എന്ത് ചിന്തിയിട്ടാണെങ്കിലും ഈ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പാർട്ടിക്ക് അപ്പുറത്താരുമില്ല എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പാർട്ടിക്ക് അപ്പുറത്ത് വലുതായിട്ട് ആരുമില്ല. ഈ പാർട്ടിയാണ് പ്രധാനം. നാളെ ഈ പാർട്ടിയെ എതിർത്തുകൊണ്ട് ആര് വന്നാലും, ഞാൻ തന്നെ ഈ പാർട്ടിക്കെതിരെ നിന്നാലും എന്റെ താഴെ വളർന്നു വരുന്ന ആളുകൾ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കും. അതുകൊണ്ട് ഒറ്റ ചിന്തയോടുകൂടി നമുക്ക് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകണം. ആ ഒരു ഇത്തരത്തിൽ ഒരു അവസരം തന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ, സംസ്ഥാന, ദേശീയ നേതൃത്വത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്.